ഒരു ജീവിതകാലം മുഴുവനും രാജ്യത്തിനായി ഉഴിഞ്ഞുവെക്കുന്നവർ, അതിർത്തിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് ജീവിതം നയിച്ചവർ, സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സ്വസ്ഥമായി ജീവിക്കാൻ സ്വരുക്കൂട്ടിയ നിക്ഷേപം കൊണ്ട് വാങ്ങിയ ഫ്ളാറ്റിൽ പോലും സൈനികർക്ക് സ്വൈര്യ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല. നിർമ്മാണ കമ്പനികൾ വരുത്തുന്ന വീഴ്ചകളിൽ പെടുന്നതും ഈ പാവങ്ങളാണ്. ചെന്നൈയിലെ തന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പരാതി നൽകിയ റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥനെയാണ് കയ്യേറ്റവും ഭീഷണിയും നേരിടേണ്ടി വരുന്നത്. സ്വന്തം ജീവന്റെയും കുടുംബത്തിന്റെ സുരക്ഷയിലും ആശങ്കാകുലരായി കഴിയുകയാണ് മലയാളി കൂടിയായ റിട്ടയേർഡ് കേണൽ ഉണ്ണിത്താൻ. നമസ്കാരം, ഞാൻ കേണൽ CM ഉണ്ണിത്താൻ. അപ്പം ഈ തൊട്ടു മുമ്പുള്ള റോഡ് വെട്ടിക്കുഴിച്ച് ഏതാണ്ട് ഒരു 6 മാസമായിട്ടത് ടാർമാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡസ്റ്റ് എല്ലാം ഈ ഫ്ലാറ്റ്, ഞങ്ങളുടെ ഫ്ലാറ്റെല്ലാം ഈ റോഡ് ഫേസ് ചെയ്ത് തൊട്ട് ഒരു 100 മീറ്റർ പോലുമില്ല, അടുത്താണ്. 50-75 മീറ്ററോളം ദൂരത്തിലാണ്. അപ്പോൾ ഈ ഫ്ലാറ്റിനുള്ളിൽ എല്ലാ പൊടികളും കയറി വളരെ ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ആസ്തമ പേഷ്യൻസിനും ഇവർക്കെല്ലാം. വഴിവിളക്കുകളൊന്നും കത്തുന്നില്ല. അപ്പം മെഡിക്കൽ വേസ്റ്റും ഈ വീടുകൾ പണിഞ്ഞതിന് ശേഷമുള്ള വേസ്റ്റുകളെല്ലാം ഇവിടെ ഡംപ് ചെയ്യുന്നത്, ഇതിൻ്റെ ചുറ്റുപാടുകളെല്ലാം റോഡിൻ്റെ സൈഡിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ജൂൺ 13-ാം തീയതി മെഡിക്കൽ വേസ്റ്റ് ഞങ്ങളുടെ ഹൗസിംഗ് കോംപ്ലക്സ് 700 മീറ്റർ ദൂരെ അവിടെ ഡംപ് ചെയ്തു. അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് ഞാൻ TV കാർക്ക് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വന്നിട്ടാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 16-ാം തീയതി അങ്ങനെയാണ് അവർ വന്നതും. TV റിപ്പോർട്ടർ ഉള്ളിൽ വരാൻ സമ്മതിക്കാഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ഗേറ്റിൽ ചെന്നിട്ട് അവിടെ എൻട്രി ചെയ്യാൻ പറഞ്ഞു. എൻട്രി ചെയ്യാൻ അവർ രജിസ്റ്റർ കൊടുത്തില്ല, രജിസ്റ്റർ എന്നുള്ള രീതിയിൽ. ഇത്തരം ആക്രമണങ്ങൾക്ക് മറവിൽ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് എന്നത് പരമമായ സത്യമാണ്. തമിഴ്നാട് ആർമി വെൽഫെയർ ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച ദിനേശ് വിഹാറിനെതിരെ പരാതി നൽകി എന്ന കാരണത്താൽ വധഭീഷണി അടക്കം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. എന്നെയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടെ കയറി പിടിച്ചു. അപ്പോൾ ഈ TV റിപ്പോർട്ടർ ഓൾറെഡി അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുതിര മാറി. അപ്പോൾ എനിക്ക് തോന്നി അവരെന്നെ ഉപദ്രവിക്കുമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് നടക്കാം, സ്പീഡ് നടക്കാൻ പറ്റും. അപ്പോൾ അവരെന്നെ ഫോളോ ചെയ്തു, എന്നെ കയറി പിടിച്ചു വിട്ടു. ഞാനതൊരു കുതിരി മാറി ഉള്ളിലേക്ക് ഓടി വന്നപ്പോൾ അവരെ ഈ റോഡിൽ ടൈൽസ് പേവർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ടൈൽസ് എടുത്തെറിഞ്ഞു. അതെൻ്റെ മേത്ത് കൊണ്ടു, ഞാനത് വീണ് ബാലൻസ് തെറ്റി വീണു. അതിനുശേഷം ഇവരെ അടുത്തുകൂടി എന്നെ അടിച്ചു. അപ്പോൾ എൻ്റെ ഷൂസ് ഊരിപ്പോന്നു, അപ്പോൾ വാക്കിംഗ് ഷൂ. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം എൻ്റെ അടിച്ചു. ഞാനത് കാലുകൊണ്ട് തടഞ്ഞു. എൻ്റെ റൈറ്റ് ഹീലിൽ ബ്ലഡ് ക്ലോട്ടിങ്ങും അത് സ്വെല്ലിങ്ങും ഒക്കെ ആയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ വൈഫ് ഇത് കണ്ടുകൊണ്ട് ഓടി വന്നു. അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് കണ്ടവരെല്ലാം കൂടി ഓടി വന്നത് അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഫ്ലാറ്റ് ഇന്ന് വരെ എൻ്റെ പേരിൽ എൻ്റെ വൈഫിൻ്റെ പേരിലോ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിനെതിരായിട്ടാണെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചാവുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഫ്ലാറ്റ് നമ്മുടെ പേരിലാകുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് ഈ ബാക്കിയുള്ള എല്ലാവരുടെയും വാങ്ങിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഗതികേട്. ലിങ്ക് റോഡിന്റെ മോശം അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നതിനായി മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി കാരണങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഉണ്ണിത്താനെതിരെ ആക്രമണമുണ്ടായത്. റോഡിന് ഇരുവശത്തും തള്ളിയിരുന്ന പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും ഉയരുന്ന പൊടി സമീപത്തെ ഫ്ളാറ്റുകളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ അധികൃതർക്ക് കാട്ടി പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാവുകയും ചെയ്തില്ല. അതുപോലെ തന്നെ ഈ റോഡ് ഭയങ്കര മഴയായി കഴിഞ്ഞാൽ ഈ റോഡ് അങ്ങ് കട്ട് ഓഫ് ആവും, വെള്ളം കയറി. ഇതിന് ചുറ്റുമാണെങ്കിൽ ചതുപ്പല്ല. ഈ സ്ഥലം തന്നെ ചതുപ്പ് നിലമാണ്. ഈ സ്ഥലം വാങ്ങിച്ചത് തന്നെ 2011-ലാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ മാറ്റർ റേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടുള്ളതിൻ്റെ മുൻവൈരാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ TV റിപ്പോർട്ടർ ഞങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, റോഡിനെ പറ്റിയെല്ലാം പറഞ്ഞു. തിരിച്ച് വെളിയിൽ പോയതിന് ശേഷം കുറച്ച് വേസ്റ്റ് കിടക്കുന്ന സ്ഥലം കാണിച്ച് ഫോട്ടോ എടുത്തു. അതിനുശേഷം അയാൾ പോകാൻ വേണ്ടി മോട്ടോർ സൈക്കിൾ വെളിയിൽ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പ്രോജക്റ്റ് ഡയറക്ടർ കേണൽ മുരളീധരനും അയാളുടെ പ്രോജക്റ്റ് മാനേജർ എഴുമല, പ്രോജക്റ്റ് ഓഫീസിലെ സ്റ്റാഫ് ഇവരെല്ലാം കൂടെ ഓടി വന്നിട്ട് ഞങ്ങളെ അങ്ങ് പറഞ്ഞു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഉള്ളിൽ പോയത് എന്തിനാണ്, ആരുടെ പെർമിഷനുണ്ടായത് പോയതുകൊണ്ട് ആ സെൽഫോൺ വേണം, അയാളത് കൊടുക്കില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷന് ഞാനപ്പം പ്രോജക്റ്റ് ഡയറക്ടറോട് പറഞ്ഞു, എന്നെ കാണാമെന്ന ആളാണ്, ഞാൻ അസോസിയേഷൻ മെമ്പറാണ്,
ഞാനാണ് ഉള്ളിലെ കൂട്ടി കൊടുത്തത്. ഞാനൊരു TV ഇൻ്റർവ്യൂ കൊടുത്തു. അത് പ്രോജക്റ്റിനെ പറ്റിയല്ല കൊടുത്തത്, ഈ റോഡിനെ പറ്റിയുള്ള റോഡിലുള്ള ബുദ്ധിമുട്ടും ഇതിനെ പറ്റിയാണ്, അല്ലാതെ മറ്റ് പ്രോജക്റ്റിനെ പറഞ്ഞില്ല. നിങ്ങളാണെങ്കിൽ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ഈ TV റിപ്പോർട്ടിൽ നിന്ന് സെൽഫോണ് 2-3 പേരാളെ കയറി കടന്നു പിടിച്ച്, പ്രോജക്റ്റ് സ്റ്റാഫ് കടന്നു പിടിച്ച് പിന്നെ സെൽഫോൺ പിന്നെ പ്രോജക്റ്റ് ഡയറക്ടർ അയാളുടെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ TV റെക്കോർഡിങ്സ് ഉണ്ട്. അവിടെ മെയിൻ ഗേറ്റിലാണെങ്കിൽ CCTV ക്യാമറ ഉണ്ട്, ഉള്ളിലുണ്ട്, അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം റിമൂവ് ചെയ്താണ് എൻ്റെ അറിവ്. അതുകൊണ്ട് എൻ്റെ ഒരു പക്ഷേ ദൈവം വിചാരിച്ചതിൻ്റെ സമയമായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷം ആ സെൽഫോൺ തിരിച്ചു കൊടുത്തില്ല. അവിടെ വെയിറ്റ് ചെയ്തു, പോലീസിനെ വിളിച്ചു, പോലീസുകാർ വന്നില്ല. താഴമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷം സെൽഫോൺ ഒരു 6 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 7 മണിക്ക് ആ സെൽഫോൺ തിരിച്ചു കൊടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ലോഡ്ജ് ചെയ്തു. അവർ CSR എഴുതി തന്നു, FIR ഇതുവരെ ലോഡ്ജ് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കരമായ നടുവിന് വേദനയും പിന്നെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കുള്ള വേദനയൊക്കെ ആയിട്ട് ഞാൻ ഗ്ലെൻ ഹിൽ ഈഗിൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. അതിനുശേഷം പിന്നെ ഓർത്തോയെ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഓർത്തോ വന്നില്ല, ഇപ്പോൾ ഫ്രാക്ചർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അത് പിന്നെ റിവ്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞു വീട്ടിലാരും ഇല്ല, അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡിസ്ചാർജ് ചെയ്യാൻ ഓൺ മൈ റിക്വസ്റ്റ്. അപ്പോൾ തിരിച്ചു പോകുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ഇല്ലാന്ന് മരുന്ന് തിരിച്ചു പോകുന്നു. ഫ്ളാറ്റ് നിർമ്മാണത്തിലെ അപാകതകളും മറ്റും നിർമ്മാതാക്കളെ അറിയിച്ചതിന്റെ ഭീഷണിയും ഇദ്ദേഹത്തിനെതിരെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ വഴിയിലുള്ള യാത്രകളും സുരക്ഷിതമല്ലെന്നും പരാതിക്കാരൻ പറയുന്നു. ആർമി വെൽഫെയർ ഹൗസിംഗ് കോംപ്ലക്സിന്റെ കീഴിൽ നിരവധി അഴിമതി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മറവിൽ ഇവർ നടത്തുന്ന രാഷ്ട്രീയ കളികൾ ആരും പുറത്തു കൊണ്ടുവന്നില്ല എന്നത് പരമമായ ഒരു വസ്തുതയാണ്. ഇത്തരത്തിൽ നടത്തുന്ന അധികാര ലംഘനങ്ങൾക്കെതിരെ അധികാരികളുടെ ശ്രദ്ധയ്ക്കായി ഞങ്ങളുടെ മേധാവി മേജർ രവി സാറിന്റെ വാക്കുകൾ കേൾക്കാം. Hi. This is a case which has come to the notice of our press or media, whatever it is. It's a case of this AWHO land acquisition in Chennai. The land has been acquired for an exorbitant price by some company which claims to be very close to the ruling party or whichever party it is. Now they claim that we are very close to DMK, but I am sure the CM, the present CM, Sri Stalin, he might not be knowing even about this case, and that is why this has to be put into his knowledge. That is why I am coming live on this thing. Why? Because there is a gross violation of the acquisition of the land, which is about for 800 odd flats. Land has been acquired, and that land they have acquired for an exorbitant price of 150 crores or something like that, which will be costing hardly 2 to 5 crores or maximum 10 crores. That also is being acquired for these kind of an exorbitant price, and this was questioned by some colonel who was serving in this army, and now he is a senior citizen, and he questioned about this thing, and he was manhandled by the goons of this so-called party. That is what he says. Now, who is this party? That is, the goons say that we are the DMK people, but I am sure that with the credentials of the Chief Minister Sri Stalin sir, he might not be even knowing about this, what exactly is happening in the lower places. Because every political party, we will find these kind of goons who are taking this country for a ride in the name of the party, and that is what exactly happened in Chennai on this case. This has to come to the knowledge of the Honorable Chief Minister of Tamil Nadu, Sri Stalin sir. You have to look into this matter. Why? Because you might not be knowing, otherwise the army people will be thinking that you also have got a hand in that, which I refuse to believe that. So sir, please take care of this case of this AWHO acquisition of land of Chennai, because even these TV people who are going there, they are being bashed up by these goons. So you may please take this case seriously and look into this. Thank you so much. Jai Hind. ഭൂമാഫിയയുടെ ഭീഷണി സാധാരണക്കാർക്ക് നേരെ മാത്രമല്ല,
രാജ്യസേവനത്തിനായി ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ച സൈനികന് നേർക്ക് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ ഫ്ളാറ്റുകൾ പോലും വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെ അധികാരികൾ തീർച്ചയായും ശ്രദ്ധ ചെലുത്തണം. ഒപ്പം ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവുകയും വേണം.